ആയോധന കലയിൽ പെൺകരുത്തിന്റെ പ്രതീകമാവുകയാണ് കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശി ലയ ഫാത്തിമ. ഗോവയിൽ നടന്ന 37ാമത് ദേശീയ ഗെയിംസിൽ തൈക്കോണ്ടോ പുംസെ വ്യക്തിഗത ഇനത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് വെള്ളി മെഡൽ നേടി അഭിമാന താരമായിരിക്കുകയാണ് ലയ. ഊണിലും ഉറക്കത്തിലും തൈക്കോണ്ടോ മാത്രമാണ് ലയ ഫാത്തിമയുടെ മനസ്സിൽ. ആറാം വയസ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പം 12 കൊല്ലമായി തൈക്കോണ്ടോ പരിശീലിക്കുന്നത്. ഇപ്പോൾ കൊണ്ടേ ആക്കി തന്നതായിരുന്നു പിന്നെ തൈക്കോണ്ടോയിൽ. പിന്നെ അതിലിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിന്നപ്പം എനിക്കും അതിലൊരു ഇഷ്ടം തോന്നി. ഇപ്പം തൈക്കോണ്ടോ ഇല്ലാണ്ട് കഴിയൂല. ഫ്രാൻസിൽ നടന്ന ഇന്റർനാഷണൽ സ്കൂൾ ഗെയിംസ്, സൗത്ത് കൊറിയയിൽ നടന്ന ജൂനിയർ ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പ്, ജോർദാനിൽ നടന്ന ഏഷ്യൻ തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പ് തുടങ്ങിയവയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മികച്ച മത്സരം കാഴ്ചവെച്ചിട്ടുണ്ട് ലിയ ഫാത്തിമ. കുട്ടി വളരെ സ്മാർട്ടാണ്, ഭയങ്കര എഫേർട്ട് എടുത്തിട്ടാണ് ഈ മെഡൽ കിട്ടി. കുട്ടിയുടെ ജീവിതം തന്നെ ഈ തൈക്കോണ്ടോയിൽ ആണ്, വേറെ ഒന്നുമില്ല മുന്നോട്ട്. തൈക്കോണ്ടോ എന്താണോ അത് തന്നെയാണ് അവരുടെ ജീവിതം മുഴുവൻ. ഞങ്ങളൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്ത് വന്നതും ഒരേപോലെ തന്നെയാണ്. നാഷണൽ പോലും ഇപ്പോൾ നാഷണൽ ഗെയിംസ് കളിച്ചതും 6 പേര് ഒക്കെ ഒപ്പം തന്നെയാണ്. 2022 വിശാഖപട്ടണത്ത് നടന്ന ദേശീയ ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡലും 23 അസമിൽ നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ വെങ്കലവും നേടി. കറൻ്റ്ലി നല്ല ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻസ് ഞാൻ പങ്കെടുത്തു. പക്ഷേ ഇനി എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ നാഷണൽ ഗെയിംസ് അതിൻ്റെ തുടക്കമായിട്ട് വരികയാണ്. ഇനി സൗത്ത് ഏഷ്യൻ ഗെയിംസ് വരുന്നുണ്ട്, ഏഷ്യൻ ഗെയിംസ്, ഒളിമ്പിക്സ്, ഇതൊക്കെയാണ് എൻ്റെ ഡ്രീം. പന്തീരങ്കാവ് വള്ളിക്കുന്ന് സൗമ്യയിൽ അബു സാദിഖ് രസ്ന ദമ്പതികളുടെ ഇളയ മകളായ ലയ സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജിൽ 1ാം വർഷ BA ഇംഗ്ലീഷ് വിദ്യാർത്ഥിയാണ്. കോഴിക്കോട് ബറ്റാലിയൻ ക്ലബ്ബിലാണ് പരിശീലനം. ഇതിൻ്റെ പ്രൊഫഷനായിട്ട് തന്നെ ഞാനിപ്പം തൈക്കോണ്ടോനെ കാണുന്നുണ്ട്. എൻ്റെ കഴിയുന്നത്രത്തോളം കാലം ഞാൻ തൈക്കോണ്ടോ കൊണ്ടുപോകും. ബെൻസൺ ബാബു മങ്ങാട്ട്, മീഡിയ 1, കോഴിക്കോട്.